ഞാൻ റഹീസിലേക്ക് ഒന്ന് പോകുന്നു. റഹീസ്, ദുബായിലും അബുദാബിയിലും പിന്നെയും ചില സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അബുദാബിയിൽ തുറമുഖത്ത് ഒരു വലിയ പുകപടലം ഉയരുന്നത് കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ സ്ഥിരീകരണം? എന്താണ് ആ മേഖലയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റഹീസ്? ഹാഷ്മി, ഇത് നേരത്തെ വൈകിട്ടോടുകൂടി ഈ ദുബായിയുടെ ചില കേന്ദ്രങ്ങളിലൊക്കെയും ഇങ്ങനെ വലിയ ശബ്ദം കേൾക്കുകയും ഒപ്പം പുക ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇന്ന് വൈകിട്ട് അബുദാബിയും ദുബായിയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ചില ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ആക്രമണം. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ദുബായിലും അബുദാബിയിലും വീണ്ടും അത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് ആ ഒരു സമയത്തിന് 1 മണിക്കൂർ ശേഷം വീണ്ടും ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അബുദാബിയിലെ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് സ്ട്രീറ്റിനോട് ചേർന്നുള്ള പ്രദേശത്ത് വെച്ചാണ് ഡ്രോൺ ആക്രമണം അത് നിർവീര്യമാക്കിയത്. ഇത് മിന പോർട്ടിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ദുബായിലെ ഫ്രീ സോൺ മെട്രോയുടെ അടുത്തും ആ ഒരു പരിധിക്കുള്ളിൽ വെച്ചിട്ടും ആക്രമണ ശ്രമം നിർവീര്യമാക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഈ വൈകിട്ടത്തെയും കാഴ്ചകൾ ഇത് തന്നെയാണ്. ഈ സ്ഫോടനം ഉണ്ടാകുന്നു, തലങ്ങും വിലങ്ങും ഇതുപോലെ മിസൈലുകളൊക്കെയും പായുന്നു, അത് നിർവീര്യമാക്കുന്നു. എന്തായാലും ജനവാസ മേഖലയിലേക്ക് ഇന്ന് വൈകിട്ടെത്തുമ്പോഴും കാര്യമായിട്ടുള്ള രീതിയിൽ ഈ ആക്രമണം ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസം മാത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നിലയ്ക്ക് പക്ഷേ പ്രധാനപ്പെട്ട എല്ലാ പോർട്ടുകൾ കേന്ദ്രീകരിച്ചും തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചും എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ നടത്തുന്ന ഇറാന്റെ ഈ ആക്രമണം അതുപോലെ തന്നെ തുടരുകയാണ്. ഇതിനടുത്തൊക്കെയും ഈ അമേരിക്കയുടെ ഈ ബേസുകളുണ്ട്, ആർമി ബേസുകളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ആക്രമണം മുഴുവൻ നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിൽ ഈ പ്രത്യേകിച്ച് യു എയിൽ പറയുകയാണെങ്കിൽ അത് ഒരു നിലയ്ക്കും ആ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നില്ല, മറിച്ച് ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്നു എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്. അല്പം മുമ്പും ഇറാൻ ആവർത്തിച്ച് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെയല്ല ആക്രമിക്കുന്നത്, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് തങ്ങളുടെ നയമല്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ഇടങ്ങളിലേക്ക്, അവരുടെ ബേസുകളിലേക്കാണ് ഞങ്ങൾ കടന്നു കയറുന്നതെന്ന് ആവർത്തിക്കുമ്പോഴും അത് ആ ബേസുകളിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ പോർട്ടുകൾ കൂടുതലായി ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിർണായകമായ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു സംയുക്തമായ പ്രസ്താവന ഉണ്ടാകും എന്നുകൂടി കുറച്ചു മുമ്പ് അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അബുദാബി, ദുബായ് പ്രദേശങ്ങളിൽ ഈ ഉച്ചയ്ക്കും ഒപ്പം തന്നെ വൈകിട്ടും സമാനമായ രീതിയിലുള്ള ഉഗ്ര ശബ്ദത്തോടു കൂടിയിട്ടുള്ള ഈ സ്ഫോടനം ഉണ്ടായി. അത് ഈ സ്ഫോടനം എന്ന് പറയുമ്പോൾ അത് താഴെ വീണ് ജനവാസ മേഖലയിൽ ഉണ്ടാകുന്ന സ്ഫോടനമല്ല, മറിച്ച് ഇത് ആകാശത്ത് വെച്ച് നിർവീര്യമാക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും, ആ ശബ്ദം വളരെ വലുതാണ്. നമ്മൾ ഈ നിൽക്കുന്ന കെട്ടിടത്തിൽ നിന്ന് തന്നെ ഈ വൈകിട്ട് 5ഓളം തവണയാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടത്. അപ്പോൾ ആ തരത്തിലേക്ക് വലിയ ശബ്ദം കേൾക്കുന്നു, ശേഷം വലിയ പുക ഉയരുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കൊക്കെ ആക്രമണം ഈ നീണ്ടു പോവുകയാണ്, അല്ലെങ്കിൽ അതിന്റെ അലയൊലികളൊക്കെയും അതിനെ ബാധിക്കുന്നു. കാരണം ഇറാൻ നേരിട്ട് ആക്രമിക്കുകയല്ല. എന്തായാലും ഈ ദുബായിലും അബുദാബിയിലുമാണ് ഏറ്റവും ഒടുവിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. ഇന്നലെയൊക്കെ 7 മണി കഴിയുമ്പോഴേക്കും ഈ മേഖലകളിലൊക്കെ കുറച്ചുകൂടി ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ തോതിലെ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് ആ മേഖലകളിലും സമാധാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.